ആചാര്യജി, മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് ചില മനോവൃത്തി നിയന്ത്രണങ്ങൾക്കായി സഹായകരമായേക്കാം. കാരണം ഈ വൃത്തികളിൽ നിന്നുള്ള മോചനമാണ് സത്യത്തിലേക്കുള്ള വഴി തുറക്കുന്നത്. ഈ മന്ത്രജപം ബന്ധങ്ങളിൽ നിന്ന് മോചനം നേടാനായി അറിയപ്പെടുന്നതുമാണ്. അറിയപ്പെടുന്നു. ആരാൽ? ബൈ ഹൂം ആൻഡ് ഫോർ ഹൂം? താങ്കൾക്ക് മഹാമൃത്യുഞ്ജയ മന്ത്രത്തിന്റെ അർത്ഥം അറിയാമോ? അർത്ഥം മനസ്സിലാക്കാതെ ജപം തുടർന്നാൽ യാതൊരു ഫലവും ഉണ്ടാകില്ല. വെറും വാക്കുകൾ മാത്രമേ അറിയാവൂ എങ്കിൽ അർത്ഥം ഇത്രമാത്രമാണ്. എങ്ങനെയാണോ ഒരു പഴം നന്നായി പഴുത്തു കഴിഞ്ഞാൽ, പൂർണ്ണമായും പാകമായി കഴിഞ്ഞാൽ, അത് വള്ളിയിൽ നിന്ന് തനിയെ എങ്ങനെയാണോ വേർപെട്ടു പോകുന്നത്, യാതൊരു വേദനയുമില്ലാതെ നല്ലൊരു ജീവിതം നയിച്ച ശേഷം ഞാനും വേർപെട്ടു പോകട്ടെ എന്ന് മാത്രമാണ് നിങ്ങൾ ഇതിന് അർത്ഥം കാണുന്നതെങ്കിൽ, മരിക്കുന്ന സമയത്ത് ഈ അർത്ഥം ഓർത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ആത്മീയ നേട്ടമാണ് കിട്ടാൻ പോകുന്നത്? കാരണം വാച്യാർത്ഥത്തിൽ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. നോക്കൂ, നിങ്ങൾ എന്നോട് സമ്പർക്കം പുലർത്തുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എണ്ണമറ്റ തവണ പറഞ്ഞിട്ടുണ്ട്, അർത്ഥമറിയാതെ എന്തെങ്കിലും ആവർത്തിച്ചതുകൊണ്ട് നിങ്ങൾക്കൊന്നും ലഭിക്കാൻ പോകുന്നില്ല. തീർച്ചയായും ഒന്നും ലഭിക്കില്ലെന്ന്. എന്തു കിട്ടാനാണ്? പരമാവധി പോയാൽ വെറും ഉപരിപ്ലവമായ ആത്മവിശ്വാസം, ഒരു ആശ്വാസം അഥവാ സംതൃപ്തി. അവർ സ്വയം വിശ്വസിക്കുന്നു ഞങ്ങൾ ആധ്യാത്മികരാണ്, കാരണം നാം ഈ മന്ത്രം ജപിക്കുന്നു. ഈ ആശയം നിങ്ങൾക്ക് എവിടെ നിന്ന് വന്നോ അത് ഉപേക്ഷിക്കുക. പലപ്പോഴും ഈ ആശയങ്ങൾ തട്ടിക്കൂട്ട് ഗുരുക്കന്മാരാണ് പ്രചരിപ്പിക്കുന്നത്. ഇതൊരു പ്രത്യേക മന്ത്രമാണ്, ഈ ജപം ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ. ദിവസം 3 നേരം, ഒരു വട്ടം ഭക്ഷണത്തിന് മുമ്പ്, ഭക്ഷണത്തിന് ശേഷം പാലുകൊണ്ട് ചെയ്യണം. പറയുന്നത് പോലെ ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കുമോ? മന്ത്രങ്ങൾ അത്യന്തം ഉയർന്ന ഒരു ബോധതലത്തിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. മന്ത്രം എന്നാൽ ശ്ലോകം. ഉപനിഷത്തുകളുടെ ഓരോ ശ്ലോകവും ഒരു മന്ത്രമാണ്. അവ ബോധത്തിന്റെ ഒരു പ്രത്യേക തലത്തിൽ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ ബോധത്തെയും ആ തലത്തിലേക്ക് ഉയർത്താൻ വേണ്ടി അത് ഉയർത്താനുള്ള വഴി എന്താണ്? മന്ത്രത്തിന്റെ അർത്ഥം മനസ്സിലാക്കുക, ആ അർത്ഥത്തെക്കുറിച്ച് മനനം ചെയ്യുക. എന്താണ് ഇതിന്റെ പൊരുൾ എന്ന് മനസ്സിലാക്കൂ. നാം ഇന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സർവം ഖൽവിദം ബ്രഹ്മ നേഹനനസ്തി കിഞ്ചന എന്നൊക്കെ. ഇതിനേക്കാൾ വലിയ മന്ത്രം വേറെയില്ല. നിങ്ങൾക്ക് മന്ത്രം വേണം, തരാം, എടുത്തുകൊള്ളൂ. പക്ഷേ ആവർത്തിക്കുന്നതിലൂടെ മാത്രം ഒന്നും സംഭവിക്കില്ല. ആഴത്തിൽ പോകണം. ആദ്യം ആഴം അറിയണം, പിന്നീട് ആവർത്തനം. കൂടുതൽ ആഴത്തിൽ പോകാൻ തുടങ്ങുന്നവർക്ക് ആവർത്തനം യാന്ത്രികമായി സംഭവിക്കാൻ തുടങ്ങും. കാരണം ആഴത്തിൽ ഒരുപാട് പ്രിയപ്പെട്ടതായ ഒന്നിനെ കണ്ടെത്തുന്നു. അതിനാൽ നിങ്ങൾ വീണ്ടും വീണ്ടും അതിന്റെ അടുത്തേക്ക് പോകുന്നു. ഇതിനെയാണ് ആവർത്തനം എന്ന് പറയുന്നത്. മന്ത്രത്തിന്റെ അർത്ഥം മനസ്സിലായി. ആ അർത്ഥം ഇപ്പോൾ വിട്ടുപോകുന്നില്ല. അത് ഉള്ളിലൊരു പാട്ട് പോലെ മുഴങ്ങുകയാണ്. നോക്കൂ, താങ്കൾ അത് ആവർത്തിക്കാൻ തുടങ്ങി. ഉള്ളിൽ ജപമാല എടുക്കാൻ തുടങ്ങി. കബീർ സാഹിബ് പറയുന്നു, ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹത്തോടെ ജപിക്കൂ. പതുക്കെ മനസ്സ് ശാന്തമാകാനും ആത്മാവിന് സുഖം കിട്ടാനും തുടങ്ങും. അർത്ഥം അത്രയും സുന്ദരം, പ്രേമം തോന്നി. പുറത്ത് എന്തു തന്നെ നടന്നാലും ഉള്ളിൽ ആ ജപമാല കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. കറങ്ങി കറങ്ങി ആ കാര്യം ഇപ്പോൾ നല്ലതായി തോന്നി. നല്ലത് എന്ന് പറഞ്ഞാൽ മുക്തി നൽകുന്നതല്ലാതെ വേറെ ഒന്നും നല്ലതായിട്ടില്ല. ഹോ, പ്രണാമം ആചാര്യജി. ആചാര്യജി പറഞ്ഞത് ഒരു പാട്ടുപോലെ ഉള്ളിൽ മുഴങ്ങുന്നു. പിന്നിൽ പാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഉള്ളിൽ ഗുരുജി നൽകിയ ഗുരുമന്ത്രം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ദുഃഖമായാലും സുഖമായാലും ഒരുപോലെ തന്നെ. അപ്പോൾ അഹങ്കാരം, ഈഗോ, സ്വയം രക്ഷിക്കാൻ വേണ്ടി പിടിച്ചു നിൽക്കുന്ന ഒരു താങ്ങാണോ ഇത്? എങ്കിൽ ഗുരുജിയോട് തന്നെ ചോദിക്കണം. മന്ത്രം അവരാണ് നൽകിയത്. ഇവിടെ രണ്ടാമത്തെ അഭിപ്രായം തേടാനാണോ വന്നത്? എന്റെ ഡോക്ടർ നല്ലവനാണ്, പക്ഷെ ഇവിടെയും ഒരു ക്ലിനിക്കുണ്ട്. രണ്ടാമതൊരു അഭിപ്രായം വാങ്ങാം. അങ്ങനെയൊന്നുമില്ല. മന്ത്രം യഥാർത്ഥമാണെങ്കിൽ
അത് ക്രമേണ നിങ്ങളുടെ ഗ്രാഹ്യത്തെ ആഴത്തിലാക്കും. മന്ത്രം വാസ്തവികമാണ് എങ്കിൽ ആദ്യം അതിന്റെ അർത്ഥം പോലും മനസ്സിലാകുന്നില്ല. ഇതെപ്പോഴെങ്കിലും ഉപകാരപ്പെടുമോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയുണ്ടാവില്ലല്ലോ. 2 മാസം മരുന്ന് കഴിച്ചു. മരുന്ന് ഫലപ്രദമാണോ അല്ലയോ എന്ന് മറ്റ് ഒരാളോട് ചോദിക്കേണ്ടി വരുമോ? 2 മാസമായിട്ട് നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്ന് ഫലപ്രദമാണോ എന്ന് ഏറ്റവും ആദ്യം ആർക്കാണ് മനസ്സിലാവുക? അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും. ഇനി നിങ്ങൾ 2 മാസമായോ 2 വർഷമായോ മരുന്ന് കഴിച്ചിട്ടും ഈ മരുന്ന് ഫലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് വേറൊരാളോട് വന്ന് ചോദിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നു മാത്രമാണ്: ആ മരുന്ന് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത് വേറൊരാളോട് ചോദിക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ. ആ മരുന്നിന്റെ ഗുണം തന്നെ അതാണ്. ഇപ്പോൾ കാഴ്ചയില്ലാത്ത ഒരാൾക്ക് മരുന്ന് കൊടുക്കുന്നു എന്ന് വിചാരിക്കൂ. എന്തിനു വേണ്ടി? കാഴ്ച മെച്ചപ്പെടുത്താൻ. 2 വർഷമായിട്ട് കാഴ്ച മെച്ചപ്പെടുത്താൻ ആ മരുന്ന് കഴിക്കുന്നുമുണ്ട്. എന്നിട്ട് മറ്റൊരാളോട് പോയി ചോദിക്കുന്നു, നോക്കിക്കേ, മരുന്ന് നല്ലതാണോ? എന്താണ് എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിച്ചേ. സഹോദര, ആ മരുന്ന് ശരിയല്ല. അതിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്നതിൽ ഒരു കാര്യവുമില്ല. കാരണം മരുന്ന് ശരിയായിരുന്നെങ്കിൽ മറ്റൊരാളോട് ചോദിക്കേണ്ടി വരില്ലായിരുന്നു, അതും എന്നോട്. എന്താണ് എഴുതിയിരിക്കുന്നത്? കണ്ണിനുള്ള മരുന്ന് അല്ലേ? സുഖമായാൽ എഴുതിയത് ആദ്യം സ്വയം വായിച്ചേനെ. മന്ത്രങ്ങൾക്ക് മാന്ത്രിക ശക്തികളൊന്നുമില്ല സഹോദര. താങ്കൾക്ക് അവ മനസ്സിലാക്കേണ്ടി വരും. ഈ ലളിതമായ കാര്യം നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? ഹേയ്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ നടന്നു പോകുമ്പോൾ മനസ്സിൽ a² + b² = c², a² + b² = c² എന്ന് ഉരുവിട്ടുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? ഇവ കൊണ്ട് ചോദ്യത്തിന് പരിഹാരമുണ്ടാകുമോ? എ അവനറിയില്ല, ബി അറിയില്ല, സി അറിയില്ല, സ്ക്വയർ അറിയില്ല, എങ്ങനെ ചേർക്കണമെന്നും അറിയില്ല. അർത്ഥമറിയില്ലെങ്കിൽ ആവർത്തനത്തിന്റെ പ്രയോജനം എന്താണ്? ഞാൻ വീണ്ടും പറയുന്നു, വെറും വാക്കുകൾ മാത്രമല്ല, സൂചനകളും മനസ്സിലാക്കണം. വാച്യാർത്ഥം വെറും വിവർത്തനം മാത്രമാണ്. പരിഭാഷ കൈക്കലാക്കി എന്ന് കരുതി ഒരു കാര്യവുമില്ല. ഓരോ മന്ത്രത്തിലും ദൂരെയുള്ള ഏതോ ഒരു ലക്ഷ്യത്തിലേക്കുള്ള സൂചനയുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇതാണ്: ഈ രാജ്യത്ത് എവിടെ പോയാലും എല്ലാ വീട്ടിലും പണ്ഡിറ്റുമാരെ വിളിച്ചു വരുത്തി മന്ത്രോച്ചാരണം നടത്താറുണ്ട്. ക്ഷേത്രങ്ങളിലും ഇത് എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. അപ്പോൾ ആ പണ്ഡിറ്റുമാരും ഇതിന്റെ അർത്ഥം അറിയാതെയാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഈ ലോകം മൊത്തം ഇതെന്തൊരു പോക്കാണ് എന്നോർത്ത് ഞാൻ ശരിക്കും അത്ഭുതപ്പെടുകയാണ്. പൂർണ്ണമായും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലോകമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലോകമൊക്കെ കുഴപ്പമുള്ളതായിരിക്കുന്നു. ഉച്ചാരണം നടക്കുന്നു. അർത്ഥമറിയില്ല, പക്ഷേ വലിയൊരു കാര്യമാണ് നടക്കുന്നതെന്ന് കരുതുന്നു. അല്ലെങ്കിൽ നിങ്ങൾ സംസ്കൃതം പഠിക്കൂ, നല്ല ഭാഷയാണ്, പഠിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പൂജാരിയോട് പറയൂ, പൂജാരി അർത്ഥം കൂടി പറഞ്ഞു തരൂ. പൂജാരി പറയും, സമയം കുറെ എടുത്തേക്കും, പറയണം, ദക്ഷിണ ഇരട്ടിയായി തരാം, പക്ഷേ അർത്ഥം പറയാതെ പോകാനാവില്ലെന്ന്. പൂജാരി അവിടുന്ന് ഓടിപ്പോകും. ഉപനിഷത്തുകളുടെ മന്ത്രങ്ങൾ, ഋഷിമാരുടെ വാക്കുകൾ, ശാസ്ത്രങ്ങളിലെ ശ്ലോകങ്ങൾ എല്ലാം അത്യന്തം മനോഹരവും വിലയേറിയതുമാണ്. അവയ്ക്ക് വലിയ ബോധതലങ്ങൾ നൽകാൻ കഴിയും. പക്ഷേ അതിനൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് അതിന്റെ അർത്ഥമറിയുമ്പോഴേ ആ ഗുണം ലഭിക്കൂ. അർത്ഥമറിയാതെ വെറുതെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. ശബ്ദം കേട്ടാൽ മാത്രം ലാഭമുണ്ടാകുമെന്ന് കരുതുന്നുവെങ്കിൽ അത് മറക്കണം. ശബ്ദം കൊണ്ട് മാത്രം ഗുണമുണ്ടായിരുന്നെങ്കിൽ ഭാഷയുടെ ആവശ്യമെന്ത്? പിന്നെ ചില ശബ്ദങ്ങൾ മാത്രം മതിയായിരുന്നു, അല്ലേ? എന്നാൽ എല്ലാ മന്ത്രങ്ങളും ശ്ലോകങ്ങളും ഒരു ഭാഷയിലാണ്. അതിൽ ഉള്ളത് വാക്കുകളാണ്. അവക്ക് അർത്ഥമുണ്ട്. ആ അർത്ഥങ്ങൾ നിങ്ങളെ അറിയണമെന്നതിനാലാണ് അവിടെ അർത്ഥമുള്ളത്. അതിനാൽ ദയവായി വെറുതെ ശ്ലോകങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട.
അതൊരു വിലയേറിയ ശ്ലോകമാണ്. ആദ്യം അതിന്റെ അർത്ഥം മനസ്സിലാക്കൂ. പിന്നെ ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ഉപേക്ഷിക്കണം. ശ്ലോകത്തിന്റെ വൈബ്രേഷൻ കൊണ്ട് തന്നെ ഗുണമുണ്ടാകും എന്നൊക്കെ വിശ്വസിക്കുന്നത് പൂർണ്ണമായും തെറ്റാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കതിന്റെ അർത്ഥം പോലും അറിയില്ലെങ്കിൽ. നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും സംസ്കൃതത്തിൽ ഒരു ശ്ലോകം പറഞ്ഞാൽ ഉടൻ കൈകൂപ്പി പറയണം, ദയവായി ഇതിന്റെ അർത്ഥവും പറയൂ. കാരണം അർത്ഥം വ്യക്തമല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഓതുകയാണ്, ഒരുപക്ഷെ ഒരു തത്തയെപ്പോലെ. എങ്കിലും ഒരിക്കൽ അർത്ഥം മനസ്സിലായാലും അതിനപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് കേട്ടത് ജീവിതത്തിൽ ഉപയോഗിക്കാനും അറിയണം. നമ്മൾക്കറിയാമല്ലോ, ശ്രവണം, മനനം, നിധിധ്യാസനം, സമാധി ഇവയെല്ലാം ഒരുപാട് അഭ്യാസം ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ 5 വയസ്സുള്ള കുഞ്ഞായിരുന്നപ്പോൾ പോലും എനിക്കൊരിക്കലും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. എന്തിലാണ് ആളുകൾ 2 മണിക്കൂർ വരെ ശ്ലോകങ്ങൾ കേൾക്കുന്നത്? അതിന്റെ അർത്ഥം പോലും അറിയാതെ. അപ്പോൾ മനസ്സിലായില്ല, ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ബോധമില്ലാത്ത ആ രീതിയിൽ ജീവിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ജീവിതവും ജോലി തന്നെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. ശ്ലോകങ്ങളുടെ അർത്ഥം എല്ലാവർക്കും വിശദീകരിക്കുന്നതിൽ ഞാൻ ഏർപ്പെട്ടിരിക്കുന്നു. ഉപനിഷത്തുകൾ പഠിപ്പിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിരിക്കുന്നു എന്നത് എന്റെ ഭാഗ്യമാണ്. ആളുകളെ ഋഷിമാരുടെ വാക്കുകളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് വലിയ അനുഗ്രഹമാണ്. ധർമ്മം എന്നത് അറിവാണ്, ബോധമാണ്, ഉൾക്കാഴ്ചയാണ്. ധർമ്മം എന്നത് കാഴ്ചയില്ലാതെ അനുകരിക്കുക എന്നതല്ല. ധർമ്മം എന്നത് നിങ്ങളുടെ ഉള്ളിലെ അവിവേകം നീങ്ങി ബോധമുള്ള ഒരു നിലപാടുണ്ടാകുന്നതാണ്. പഴയ രീതികൾ വെറുതെ ആവർത്തിക്കുന്നത് ധർമ്മമല്ല.